ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കാറൊക്കെ ആയല്ലോ. അപ്പോൾ ആ സമയം നമുക്ക് എളുപ്പത്തിൽ നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും അല്ല നമ്മളിപ്പോൾ കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ അവർക്കും സ്നാക്സ് ആയിട്ടായി കൊടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആ മാക്രോണി അത് വെച്ചുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുൻപ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ മാക്രോണി പരസ്പരം ഒന്ന് ഒട്ടിപ്പോകാതിരിക്കാനും നല്ല സോഫ്റ്റായി കിട്ടാനും സഹായിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ടേസ്റ്റിയുടെ മാക്രോണിയാണ് കേട്ടോ. ഇതൊരു 200 ഗ്രാമാണ്. വില വന്നിരിക്കുന്നത് 30 രൂപയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ മക്കൾക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ മാഗിയൊക്കെ തയ്യാറാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നതിനേക്കാളും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കി നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടപ്പെടുവേ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഈ ചൂടോട് തന്നെ അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു 10 മിനിറ്റ് ഈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ചെടുക്കാം. അത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരും. ഈ സമയം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി വെക്കാമേ. ഇനി നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്ത് പിന്നെ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് നമുക്ക് എല്ലാം കൂടെ ഇട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ നിറം മാറി വരണമെന്നൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് നല്ലോണം ഒന്ന് വാടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ചെറിയ സൈസ് തക്കാളി അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കത് ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ്. അപ്പോൾ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ബീൻസോ ക്യാപ്സിക്കോ ഒക്കെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എത്ര പച്ചക്കറി ഇട്ടാലും അത്രയും നല്ലത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാമേ. നമ്മുടെ ആ പച്ചക്കറിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്തൊന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും മാത്രം മതിയേ. ഇനി ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും നമുക്ക് നമ്മുടെ മക്കൾക്ക് കഴിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാക്രോണി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇത്രയും മതി. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ മുൻപോട്ട് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ മല്ലിയിലെല്ലാം തൂക്കി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള നമ്മുടെ മാക്രോണി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.